ഇവനെന്താ ഇന്ന് ബാഗൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളോടൊപ്പം ഇവിടെ കൂടാൻ വന്നതാണോ? അമ്പിളി ചേച്ചി കരുതുന്നുണ്ടാവും ഞാനിവിടത്തേക്ക് താമസം മാറാൻ പോവാണെന്നല്ലേ? ഏയ് അങ്ങനെ കരുതേണ്ട കാര്യം എന്താ വിനയ? നിനക്കൊരു വീടുണ്ടല്ലോ. ഇത്ര പെട്ടെന്ന് ആ വീട് ബ്ലേഡ് കയറി കൊണ്ടുപോകില്ല എന്ന് എനിക്കറിയാം. ഞാനൊരു തമാശ പറഞ്ഞതിന് അമ്പിളി ചേച്ചി തിരിച്ചെനിക്കിട്ടൊരു താങ്ങിയല്ലേ? ആ അമ്പിളി ചേച്ചി ഇത് പിടിക്കും. എന്താ ഇത്? ഇത് ആർച്ചയുടെയും ഭദ്രയുടെയും കുറച്ച് ഉടുപ്പുകളും പിന്നെ അവരുടെ കുറച്ച് പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളുമാ. മക്കളെ അച്ഛൻ കൊണ്ടുപോയ കാര്യം ഇവൻ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞാൽ ഇവൻ അതില് കയറി പിടിച്ച് വഴക്കുണ്ടാക്കും. അല്ല അമ്പിളി ചേച്ചി കൂടുതലൊന്നും ആലോചിക്കണ്ട. ഞാനവരെ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് പോകുന്നില്ല. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും അവർക്ക് ഡ്രസ്സ് വേണമല്ലോ എന്ന് അമ്മയാണ് എന്നെ ഓർപ്പിച്ചത്. ഞാൻ ഇറങ്ങുമ്പോൾ ഈ ബാഗ് എടുത്ത് വണ്ടിക്കകത്ത് വെച്ചത് അമ്മ എന്നെ. വെറുതെ നിങ്ങൾ കാശ് ചെലവിട്ട് എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങണ്ടല്ലോ, ഇതങ്ങ് വെച്ചു. ശരി, നിന്റെ മക്കളെന്ന് നീ ഊന്നി പറഞ്ഞതുകൊണ്ട് ഞാനിത് വാങ്ങിക്കാം. അല്ല, നിന്റെ മക്കളെ നീ ഇങ്ങനെങ്കിലും ഓർത്തല്ലോ വിനയാ. ഞാൻ അവരെ ഓർക്കാറില്ല എന്ന് നിങ്ങൾക്ക് വെറുതെ തോന്നുന്ന അമ്പലത്തിച്ച്. എൻ്റെ മക്കളെ ഞാൻ നന്നായിട്ട് നോക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ചീരു അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയത്. ആ ഉത്തരവാദിത്വം വിനയൻ എന്തായാലും കാണിച്ചിരിക്കും. ആ അങ്കിളെ. വിനയനായിരുന്നോ? ആ അങ്കിൾ ഇവിടെ ഉള്ളത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അമ്പിളി ചേച്ചി ഒരു വാക്കുപോലും പറഞ്ഞില്ല. നീ ചോദിച്ചൊന്നുമില്ലല്ലോ. ആ ഞാൻ ഇങ്ങനെ വേറൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. പിന്നെ ആ അങ്കിൾ എപ്പോഴാ വന്നത്? ഞാൻ രാവിലെ എത്തി. ഇന്ന് പുലർച്ചയ്ക്കായിരുന്നു ചെന്നൈയിൽ നിന്ന് സിംഗപ്പൂർക്കുള്ള ഫ്ലൈറ്റ്. ഓ, ചീരു അത് കയറിപ്പോയി. തൊട്ടടുത്ത ഫ്ലൈറ്റിൽ ഞാൻ ഇങ്ങോട്ടേക്കും കയറി. അങ്കിള് ഞാന് രഘുവേട്ടനോട് CCTVയുടെ കുറച്ച് ഓർഡർ പിടിച്ചു തരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്കിള് കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. പിന്നെന്താ? അല്ല, ചീരുവിന്റെ കാര്യങ്ങളൊന്നും നിനക്ക് അറിയണ്ടേ? വേണ്ടെങ്കിലേ ഇപ്പൊ ഞാനിനി എന്താ അറിയാൻ? അവൾ ആഗ്രഹിച്ചിടത്തേക്ക് തന്നെ എത്തിയല്ലോ. അവളുടെ കാര്യങ്ങളൊക്കെ ഇനി ഭംഗിയായിട്ട് നടക്കുമെന്ന് എനിക്കറിയാം. അത് മതിയെങ്കിൽ അങ്കിളെ, എൻ്റെ ലക്ഷ്യം ഇനി എൻ്റെ ബാധ്യത തീർക്കല. അതിനുവേണ്ടി അങ്കിളിനെ പോലുള്ള ഒരു പറ്റാവുന്ന വർക്കൊക്കെ പിടിച്ചു തന്നു കഴിഞ്ഞാൽ ഉപകാരമായി. അത് നമുക്ക് നോക്കാം. പറ്റാവുന്ന എല്ലാ സഹായവും ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. താങ്ക്സ് അങ്കിളെ, അത് മതി. എന്നാ ഞാൻ പോയിക്കോട്ടെ അങ്കിളെ. ആയിക്കോട്ടെ. ശരി അങ്കിളെ.